വെൽക്കം ബാക്ക് ടു അർഷിക വ്ലോഗ്സ്. ഇന്നത്തെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഈ ഓപ്പൺ പോഴ്സ് എങ്ങനെ കുറച്ചെടുക്കാം, അതാണ് ഇന്നത്തെ ടിപ്പ്. അല്ല, എന്താ ഈ ഓപ്പൺ പോഴ്സ്? നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഈ രോമക്കുഴികൾ വലുതായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഓപ്പൺ പോഴ്സ്. നമുക്ക് ഈ ഓപ്പൺ പോഴ്സ് വരുന്നതിലുള്ള ചില റീസൺസിൽ ഒന്ന്, നമുക്ക് പാരമ്പര്യമായിട്ട് വരാം. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ മക്കളായ നമുക്കും സ്വാഭാവികമായിട്ടും ഓപ്പൺ പോഴ്സ് വരാം. രണ്ട്, ഹോർമോണിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഓപ്പൺ പോഴ്സ് വരും. പിന്നെ നമ്മളിപ്പോൾ ഫേസിൽ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് അത് ക്ലീൻ ചെയ്യാണ്ട് നൈറ്റ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് വരും. പിന്നെ ഇപ്പം ബോയ്സ് ആണെങ്കിൽ ഇപ്പൊ മേക്കപ്പ് ഇടണ്ട, ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫേസ് കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് വരാം കേട്ടോ. അപ്പൊ ഈ ഓപ്പൺ പോഴ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർ അത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സിറ്റിങ്സിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നമ്മളെ പോലുള്ളവർക്ക് ഈ ചെറിയ ചെറിയൊരു ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് മാറി കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഓപ്പൺ പോഴ്സിന്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യണം. എന്നാലല്ലേ ഇന്നലെ നാളെ വേറൊരു ഓപ്പൺ പോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാൾ കണ്ടാൽ ഇത് ചെയ്താൽ അവർക്ക് മാറുന്ന അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കമന്റും ചെയ്യണം, മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഒരു കുട്ടി സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു സബ്സ്ക്രൈബർ ഉണ്ട്, ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട്. പേര് തനു എന്നാണ്. ആളെനിക്ക് പേഴ്സണലി അറിയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇപ്പൊ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. കമന്റിലാണെങ്കിലും ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, വീഡിയോസ് ഇഷ്ടമാണ്, വോയിസ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയാലോ, ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 2 മാസമൊക്കെ ആവുന്നുണ്ടാവുള്ളൂ. ഇത്രയും ഈ ഒരു ചെറിയൊരു കാലത്തിന്റെ ഇടയിൽ എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കമന്റ് ആട്ടോ. കാരണം പേഴ്സണൽ അറിയില്ല, പക്ഷെ എന്നിട്ടും ഒരുപാട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ വീഡിയോ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ വീഡിയോസിന് അഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് തനുവിനോട് പറയാനുള്ളത്, ഞാൻ നിന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എന്നും നീ ഉണ്ടാവും. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരിക. ഒരുപാട് സ്നേഹം, തിരിച്ചും ആ സ്നേഹം വേണം. പിന്നെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റ്സും കാണുന്നുണ്ട്, ചേച്ചി അത് ചെയ്യോ, ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമോന്ന്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ പോലും നമുക്ക് വന്ന ഒരു കമന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. എന്തായാലും പറ്റുന്ന പോലെ ഞാൻ ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അതിന് റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാവണേ. ഫ്രിഡ്ജിലാണെങ്കിൽ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ വൈറ്റ് ആണ് കേട്ടോ നമുക്ക് ആവശ്യം. യെല്ലോ പോർഷൻ നിങ്ങൾക്ക് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കേ. ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് അങ്ങനെ ഓപ്പൺ പോഴ്സ് ഇല്ല. ഉള്ളത് തന്നെ കുറച്ച് നോസ് ടിപ്പിൻ്റെ ആ ഒരു ഭാഗത്താണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ആ ഒരു മെയിൻ ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിനോട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഫേസിൽ നല്ലോണം ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കൂട്ടിയെടുക്കണേ. ഒരു സ്പൂൺ ഓട്സ് വേണം. ഇനി വേണ്ടത് ലെമൺ ആണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസ് അല്ലെങ്കിൽ തൈരൊക്കെ എടുക്കാം കേട്ടോ. ചിലർക്ക് തൈര് അലർജി ആയി കണ്ടിട്ടുണ്ട്. ഇനി തൈര് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കുക. അത് നിങ്ങളുടെ ഓപ്ഷൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യേ. ഞാനിവിടെ ലെമണിൻ്റെ ഒരു 4-5 ഡ്രോപ്പാണ് കേട്ടോ എടുത്തത്. ഇനി ഇത് മൂന്നും നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഓവർ ക്വാണ്ടിറ്റിയിൽ എടുക്കാത്തതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് അരിഞ്ഞ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് മതി കേട്ടോ ചെയ്യാൻ. അങ്ങനെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ എഗ്ഗ് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഫേസ് ടൈറ്റൺ ചെയ്യിപ്പിക്കും. പിന്നെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓവർ സംസാരിക്കാതിരിക്കുക, ചിരിക്കാതിരിക്കുക, അതൊക്കെ നമ്മുടെ സ്കിന്നിൽ വ്രിങ്കിൾസ് വരുത്തും കേട്ടോ. നമ്മുടെ ഈ ഓപ്പൺ പോഴ്സ് കുറയ്ക്കുന്നതിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമല്ലോ, അത് ഈ ഒരു 3 ഈ ഒരു എഗ്ഗാണ്. ഇനി ഈ തയ്യാറാക്കി വെച്ചത് നമുക്ക് എവിടേക്കാണ് ഓപ്പൺ പോഴ്സ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യേ. അതിനാദ്യം ചെയ്യേണ്ടത് നല്ലൊരു വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടണോ വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുക. ഞാനിവിടെ എടുത്തത് കോട്ടൺ പാഡാണ് കേട്ടോ. ഇനി പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഒന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ്. ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു സുഷിരത്തിലുള്ള ഡേഡ്സും പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും ആവി പിടിക്കുന്നത്. ഞാൻ മൂക്കിൻ്റെ അവിടെ നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ആ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒരു ഓപ്പൺ പോഴ്സ് ഉള്ളത്. ഞാനിവിടെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കൈ വെച്ച് ചെയ്താലും മതി കേട്ടോ. നന്നായി കൈ വാഷ് ചെയ്താൽ മതി. ആ ഒരു മുട്ടേൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇഷ്ടമില്ലാത്തവർ നന്നായി വാഷ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല.
ബ്രഷ് ഇല്ല വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനിവിടെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പരുത്തിയോ അല്ലെങ്കിൽ കോട്ടൺ പാഡോ തുണി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു വൈറ്റ് തുണി ഇട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തുണിയോ വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കോട്ടൺ പാഡിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാക്ക് അപ്ലൈ ചെയ്യണം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത്. ഒന്ന് സ്കിപ്പ് ചെയ്യരുതേ. ഇപ്പം ഞാൻ ആ കോട്ടൺ പാഡ് വെച്ചതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇങ്ങനെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മെല്ലെ മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറ്റേത് തുണി തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അടിയിൽ നമ്മൾ ഓൾറെഡി പാക്ക് ഇട്ടതാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഇത് കാരണം വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ധൃതിയിലൊന്നും ചെയ്യണ്ടേ. നിങ്ങൾ ഇതേപോലെ ഒരു 3 മാസം ആഴ്ചയിൽ ഒരു 2 ദിവസമായിട്ട് എന്തായാലും ചെയ്യണം. ഒരിക്കലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. കാരണം ഇന്ന് നിങ്ങളിത് ചെയ്തിട്ട് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു കണ്ടിന്യൂറ്റി വേണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ 3 മാസം അടുപ്പിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ പറയണം. ഒരു അരമണിക്കൂറാണ് നമ്മൾ ഈ പാക്ക് നമ്മുടെ ഫേസിൽ വെക്കേണ്ടത്. അതിനുശേഷം ഞാൻ തൊട്ട് നോക്കുകയാണ്. എൻ്റെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം അത് പറിച്ചെടുക്കുകയാണ്. പിന്നെ പറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മുട്ട ഉണങ്ങി പിടിച്ച് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോട്ടണൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം പിടിച്ച് വലിക്കാതെ നിൽക്കുക. അപ്പോൾ ഒക്കെ സാവധാനത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നേരത്തെ നമ്മൾ തേച്ച് വെച്ച ആ ഒരു കോട്ടൺ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിത് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ പരുത്തിക്കാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ തുമ്മാൻ ചാൻസ് ഉണ്ട്. കാര്യമൊക്കെ ഉണ്ടാ തുമ്മാ വീണ്ടും ചെയ്യുക. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കരുത്. ഓപ്പൺ പോർസ് പൂക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു നനഞ്ഞ കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാക്ക് നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് പറിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇത് നല്ല വൃത്തിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നല്ല രീതിക്ക് തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് നല്ലോണം ടൈറ്റൺ ആയ മാതിരി തോന്നും. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇങ്ങനെയാണ് നമ്മുടെ പോഴ്സ് മാറുക. അപ്പം പറഞ്ഞത് മറക്കണ്ട, അതുപോലെ ചെയ്യണേ. ഞാൻ നല്ല രീതിക്ക് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനൽ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കിലും കമൻസിലൂടെയാണ്. അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇതുപോലത്തെ ഈ ഒരു ഓപ്പൺ പോഴ്സ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.